ഒരിക്കൽ ഒരു 15 വയസ്സുകാരൻ പയ്യനെ ചൂണ്ടിക്കാട്ടി ബ്രസീൽ ഇതിഹാസം പെലെ പറഞ്ഞു, ഇവനാണ് ഫുട്ബോളിലെ എൻ്റെ അനന്തരാവകാശി. 5 വർഷത്തിനപ്പുറം ആ പയ്യൻ പെലെയ്ക്ക് ശേഷം ബ്രസീൽ ക്ലബ്ബായ സാന്റോസിനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിൽ ചാമ്പ്യന്മാരാക്കി. അങ്ങനെ പെലെ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നു എന്ന തോന്നൽ ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്കുണ്ടായി. പിന്നീട് അവൻ സാന്റോസിനൊപ്പം ഒരിക്കൽ കൂടി ലീഗ് ചാമ്പ്യനായി. അതിനുശേഷം സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിനൊപ്പം 2 ലാലിഗ കിരീടങ്ങൾ, ബ്രസീലിനൊപ്പം കോപ്പ അമേരിക്ക, 2 തവണ കോൺഫെഡറേഷൻസ് കപ്പ് കിരീടങ്ങൾ എന്നീ നേട്ടങ്ങളും കൈവരിച്ചു. ബ്രസീലിനായി 2 തവണ ലോകകപ്പിൽ ബൂട്ട് കെട്ടി. പക്ഷേ ഒരു കാലത്ത് കളിയിലെ തൻ്റെ അനന്തരാവകാശിയായി പെലെ കണ്ട ആ പയ്യൻ ഇന്നൊരു കൂട്ടബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അവനാണ് റോബ്സൺ ഡിസൂസ എന്ന റോബിഞ്ഞോ. 40 വയസ്സിനിടെ ഒരുപോലെ പ്രസിദ്ധനും കുപ്രസിദ്ധനുമായ റോബിഞ്ഞോ, ഒരാൾ തന്നെ ഹീറോയും വില്ലനുമാകുന്ന വൈരുദ്ധ്യം. ബ്രസീലിലെ സാവോ വിൻസെൻ്റെയിൽ 1984 റോബിഞ്ഞോയുടെ ജനനം. 6-ാം വയസ്സിൽ ബെയ്റ മാർ ക്ലബിൻ്റെ അക്കാദമിയിൽ ഫുട്ബോൾ പരിശീലനം. 2 വർഷം കഴിഞ്ഞ് 8-ാം വയസ്സിൽ രാജ്യത്തെ പ്രസിദ്ധമായ സാന്റോസ് FC-യുടെ അക്കാദമിയിൽ. കുട്ടിക്കാലത്ത് റോബിഞ്ഞോ ഫുട്സാൽ ധാരാളമായി കളിച്ചിരുന്നത് ഡ്രിബ്ലിങ്ങിലും പന്തുമായി മുന്നോട്ടുള്ള കുതിപ്പിലുമെല്ലാം ഒരുപാട് സഹായിച്ചു. റോബിഞ്ഞോ 12-ാമത്തെ വയസ്സിൽ ആദ്യമായി ഒരു ടീമിൻ്റെ 11-ൽ സ്ഥാനം നേടുന്നു. സാന്റോസ് FC-യുടെ ജൂനിയർ ടീമിലായിരുന്നു അത്. 15-ാമത്തെ വയസ്സിൽ ഫുട്ബോളിൽ തൻ്റെ അനന്തരാവകാശി എന്ന പെലെയുടെ പ്രവചനം കൂടി വന്നതോടെ രാജ്യം മുഴുവനും റോബിഞ്ഞോയിലേക്ക് ഉറ്റുനോക്കി. 2002-ൽ 18-ാമത്തെ വയസ്സിൽ സാന്റോസ് FC-യുമായി തൻ്റെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ കരാർ ഒപ്പിട്ടു. ആദ്യ സീസണിൽ സാന്റോസിന് വേണ്ടി 24 കളികളിൽ ഇറങ്ങിയ റോബിഞ്ഞോ 1 ഗോൾ നേടി. ആ വർഷം ക്ലബ്ബ് ലീഗ് ചാമ്പ്യന്മാരായി. അടുത്ത വർഷം കോപ്പ ലിബർട്ടാഡോറസിൻ്റെ ഫൈനലിൽ സാന്റോസ് സ്ഥാനം പിടിച്ചെങ്കിലും ഫൈനലിൽ അർജന്റീനിയൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിനോട് പരാജയപ്പെട്ടു. 2004-ൽ 37 കളികളിൽ നിന്ന് 21 ഗോൾ നേടിയ റോബിഞ്ഞോയുടെ തകർപ്പൻ പ്രകടനത്തിൻ്റെ പിൻബലത്തിൽ സാന്റോസ് വീണ്ടും ബ്രസീൽ ലീഗ് ചാമ്പ്യന്മാരായി. റോബിഞ്ഞോയുടെ തീപാറുന്ന കളി കണ്ട് റയൽ മാഡ്രിഡ് അടക്കമുള്ള വമ്പൻ ടീമുകൾ റോബിഞ്ഞോക്കായി വലവീശി തുടങ്ങി. ഇതിനിടെ 2003-ൽ റോബിഞ്ഞോ കോൺകാക്കാഫ് ഗോൾഡ് കപ്പിനുള്ള ബ്രസീൽ ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെൻറ്റിൽ മെക്സിക്കോയ്ക്കെതിരായ മത്സരത്തിലാണ് റോബിഞ്ഞോ ആദ്യമായി മഞ്ഞക്കുപ്പായത്തിൽ അരങ്ങേറിയത്. ആ കളി ബ്രസീൽ തോറ്റു. തുടർന്ന് ഫൈനലടക്കം 4 കളികളിൽ കൂടി റോബിഞ്ഞോ കളിച്ചു. ഫൈനലിൽ വീണ്ടും മെക്സിക്കോയോട് തോൽവിയായിരുന്നു ബലം. 2005 ഫെബ്രുവരി 9-ന് റോബിഞ്ഞോ ബ്രസീലിന് വേണ്ടി തൻ്റെ ആദ്യ ഗോൾ സ്കോർ ചെയ്തു. ഹോങ്കോങ്ങിനെതിരായ മത്സരത്തിലായിരുന്നു ഇത്. മത്സരം 7-1-നാണ് ബ്രസീൽ ജയിച്ചത്. ആ വർഷം കോൺഫെഡറേഷൻസ് കപ്പിലും ബ്രസീൽ ടീമിന് വേണ്ടി റോബിഞ്ഞോ കളിച്ചു. അത്തവണ കപ്പ് നേടിയ ബ്രസീലിന് വേണ്ടി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗ്രീസിനും ജപ്പാനുമെതിരെ റോബിഞ്ഞോ ഗോൾ അടിച്ചു. 2006 ജർമ്മനി ലോകകപ്പിൽ ബ്രസീൽ ടീമിലുണ്ടായിരുന്ന റോബിഞ്ഞോ മിക്കവാറും പകരക്കാരനായാണ് കളിക്കാനിറങ്ങിയത്. റൊണാൾഡോ, റൊണാൾഡിഞ്ഞോ, കക്ക, അഡ്രിയാനോ എന്നീ സൂപ്പർ താരങ്ങളെ കൊണ്ട് നിറഞ്ഞ ബ്രസീൽ ടീമിൽ റോബിഞ്ഞോ പകരക്കാരനായതിൽ അത്ഭുതമില്ല. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ജപ്പാനെതിരായ മത്സരത്തിൽ റോബിഞ്ഞോയെ ബ്രസീൽ ആദ്യ 11-ൽ തന്നെ ഇറക്കി. മത്സരം ബ്രസീൽ 4-1-ന് ജയിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് 1 ഗോളിന് തോറ്റ മത്സരത്തിൽ റോബിഞ്ഞോ പകരക്കാരനായാണ് ഇറങ്ങിയത്. 2007 കോപ്പ അമേരിക്കയിൽ സ്ഥിരം ഫോർവേഡുകളില്ലാതിരുന്ന ടീമിൽ റോബിഞ്ഞോ എല്ലാ മത്സരത്തിലും ആദ്യ 11-ൽ കളിക്കാനിറങ്ങി. ടൂർണമെൻറ്റിൽ ഇതാദ്യമായി ബ്രസീലിൻ്റെ 11-ാം നമ്പർ ജേഴ്സിയിലാണ് റോബിഞ്ഞോ കളിക്കാനിറങ്ങിയത്. കുട്ടിക്കാലത്ത് റോബിഞ്ഞോയുടെ ഹീറോയായിരുന്ന റൊമാരിയോ ധരിച്ചിരുന്നത് 11-ാം നമ്പർ ജേഴ്സി ആയിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചിലിക്കെതിരായ ഹാട്രിക് അടക്കം റോബിഞ്ഞോ 4 ഗോൾ നേടി. ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ചിലിയെ 6-1-ന് തകർത്തപ്പോൾ അതിൽ 2 ഗോൾ നേടിയത് റോബിഞ്ഞോ ആയിരുന്നു. ഫൈനലിൽ അർജന്റീനയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് ബ്രസീൽ കപ്പ് നേടി. ടൂർണമെൻറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട റോബിഞ്ഞോ തന്നെയായിരുന്നു ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടും നേടിയത്. 2009-ൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന കോൺഫെഡറേഷൻസ് കപ്പിൽ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന റോബിഞ്ഞോ ടീമിൻ്റെ എല്ലാ മത്സരങ്ങളിലും കളിച്ചു. ഫൈനലിൽ അമേരിക്കയെ 3-2-ന് തോൽപ്പിച്ച് ബ്രസീൽ ചാമ്പ്യന്മാരായി. 2010 ലോകകപ്പിൽ ബ്രസീൽ ടീമിൽ ലൂയിസ് ഫാബിയാനോയോടൊപ്പം മുന്നേറ്റത്തിൽ കളിച്ച റോബിഞ്ഞോ പ്രീ ക്വാർട്ടറിൽ ചിലിക്കെതിരെ സ്കോർ ചെയ്തു. മത്സരം 3-0-ന് ബ്രസീൽ ജയിച്ചു. ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനെതിരെ ആദ്യ ഗോൾ നേടി ബ്രസീലിനെ റോബിഞ്ഞോ മുന്നിലെത്തിച്ചു. 2011 കോപ്പ അമേരിക്കയിൽ
റോബിഞ്ഞോ തീർത്തും നിറം മങ്ങിപ്പോയി. ഇതോടെ ടീമിൽ നിന്ന് പുറത്ത്. പിന്നെ 2 വർഷത്തേക്ക് ദേശീയ ടീമിൽ ഇടം ലഭിച്ചില്ല. എന്നാൽ 2013 അന്നത്തെ ബ്രസീൽ കോച്ച് ലൂയി ഫിലിപ്പ് സ്കൊളാരി റോബിഞ്ഞോയെ തിരിച്ചു വിളിച്ചു. ഹോണ്ട്രാസിനെതിരെയും ചിലിക്കെതിരെയുമുള്ള മത്സരങ്ങളിൽ സ്കൊളാരി റോബിഞ്ഞോയെ കളിപ്പിച്ചു. ചിലിക്കെതിരെ റോബിഞ്ഞോ ഗോളടിക്കുകയും ചെയ്തു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ഗോൾ. എന്നാൽ 2014 ലോകകപ്പ് ടീമിൽ റോബിഞ്ഞോയെ സ്കൊളാരി ഉൾപ്പെടുത്തിയില്ല. ലോകകപ്പിന് ശേഷം ദുങ്ക ബ്രസീൽ കോച്ചായി വീണ്ടും സ്ഥാനമേറ്റെടുത്തപ്പോൾ റോബിഞ്ഞോ ഒരിക്കൽ കൂടി ടീമിലെത്തി. മയാമിയിൽ വെച്ച് നടന്ന കൊളംബിയക്കെതിരായ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ റോബിഞ്ഞോ 13 മിനിറ്റ് നേരം കളിച്ചു. 2015 കോപ്പ അമേരിക്കയ്ക്കായുള്ള 23 അംഗ ബ്രസീൽ ടീമിൽ റോബിഞ്ഞോയെയും ഉൾപ്പെടുത്തി. നെയ്മറെ ടൂർണമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തപ്പോൾ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ റോബിഞ്ഞോ കളിക്കാനിറങ്ങി. ആ മത്സരം 2-1 ബ്രസീൽ ജയിച്ചു. ക്വാർട്ടർ ഫൈനലിൽ പരാഗ്വയ്ക്കെതിരെ ആദ്യ ഗോൾ നേടിയെങ്കിലും മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്ക് ബ്രസീൽ തോറ്റു. 1.5 വർഷത്തിന് ശേഷം 2017 ജനുവരി 25 റോബിഞ്ഞോ തൻ്റെ 100ാം അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങി. കൊളംബിയക്കെതിരായ സൗഹൃദ മത്സരത്തിലായിരുന്നു ഇത്. കൊളംബിയയിലുണ്ടായ വിമാനാപകടത്തിൽ ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബായ ചാപ്പെക്കോയൻസിന്റെ ടീമിലുള്ള 19 പേരും മരിച്ചിരുന്നു. ഇവരുടെ കുടുംബത്തിനു വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമുള്ള മത്സരമായിരുന്നു അത്. 100 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നായി 28 ഗോളുകളാണ് റോബിഞ്ഞോ ബ്രസീലിന് വേണ്ടി നേടിയത്. ബ്രസീൽ ക്ലബ്ബായ സാന്റോസിന് പുറമെ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, AC മിലാൻ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകൾക്കും അത്ലറ്റിക്കോ മിനൈറോ, ഗൗങ്ഷു, എവർഗ്രാൻഡെ തുടങ്ങിയ അത്ര വമ്പന്മാരല്ലാത്ത ക്ലബ്ബുകൾക്ക് വേണ്ടിയും റോബിഞ്ഞോ കളിച്ചു. റയൽ മാഡ്രിഡിന് വേണ്ടി 4 സീസൺ കളിച്ച റോബിഞ്ഞോ 137 മത്സരങ്ങളിൽ 35 ഗോളാണ് നേടിയത്. 2 സീസൺ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ച റോബിഞ്ഞോ അവിടെ 53 കളികളിൽ 16 ഗോളാണ് അടിച്ചത്. AC മിലാന് വേണ്ടി 4 സീസൺ കളിച്ച റോബിഞ്ഞോ 144 കളികളിൽ നിന്നായി 32 ഗോൾ നേടി. സാന്റോസിന് വേണ്ടി 243 മത്സരങ്ങളിൽ നിന്ന് റോബിഞ്ഞോ 109 ഗോളുകളാണ് നേടിയത്. റയൽ മാഡ്രിഡ് 2006 2007 തുടർച്ചയായി ലാലിഗ കിരീടങ്ങൾ നേടിയപ്പോൾ റോബിഞ്ഞോ മികച്ച പ്രകടനം നടത്തി. 28 വർഷത്തിന് ശേഷമായിരുന്നു റയൽ തുടർച്ചയായി 2 വർഷം ലാലിഗ കിരീടം നേടുന്നത്. AC മിലാനൊപ്പം ഇറ്റാലിയൻ സീരിയ കിരീടവും റോബിഞ്ഞോ നേടി. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കൂടുമാറിയതോടെ റോബിഞ്ഞോ അപ്രസക്തനായി തുടങ്ങി. ഒറ്റയ്ക്ക് ഒരു മത്സരം ജയിപ്പിക്കാൻ മാത്രം അസാധാരണ പ്രതിഭയുണ്ടായിരുന്ന റോബിഞ്ഞോ പക്ഷേ ഒട്ടും സ്ഥിരതയുള്ള കളിക്കാരനായിരുന്നില്ല. റോബിഞ്ഞോ മിക്കപ്പോഴും വിങ്ങറായാണ് കളിച്ചത്. സപ്പോർട്ടിംഗ് ഫോർവേഡ്, പ്രധാന സ്ട്രൈക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നീ പൊസിഷനുകളിലും റോബിഞ്ഞോയെ പരിശീലകർ ഉപയോഗിച്ചു. ഡ്രിബിൾ ചെയ്യാനുള്ള അപാര കഴിവ്, പന്തിന്മേലുള്ള നിയന്ത്രണം, ആക്രമണോത്സുകത എന്നിവയെല്ലാമായിരുന്നു കളിക്കാരൻ എന്ന നിലയിൽ റോബിഞ്ഞോയുടെ സവിശേഷതകൾ. ഗോളടിക്കാനും ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള റോബിഞ്ഞോയുടെ കഴിവ് അപാരമായിരുന്നു. മനോഹരമായ പാദചലനങ്ങളും ക്ലിനിക്കൽ ഫിനിഷിങ്ങും ഒത്തുചേർന്ന റോബിഞ്ഞോ അത്യന്തം അപകടകാരിയായ കളിക്കാരനായിരുന്നു. സാന്റോസിൽ കളിക്കുമ്പോൾ അയാൾ എതിരാളികളെ തൻ്റെ ആക്രമണ ശൈലി കൊണ്ട് ചീന്തിയെറിഞ്ഞു. അപാരമായ ആത്മവിശ്വാസം കൂടിയായതോടെ അയാളെ തടഞ്ഞു നിർത്തുക അസാധ്യമായി. ചെറുപ്പത്തിൽ വലിയ വാഗ്ദാനമായി വിശേഷിപ്പിക്കപ്പെട്ട റോബിഞ്ഞോയ്ക്ക് പക്ഷേ പ്രതീക്ഷിച്ചത്ര ഉയരത്തിലെത്താനായില്ല. സ്ഥിരതയില്ലായ്മയായിരുന്നു അതിന് പ്രധാന കാരണം. പ്രതിഭയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കുന്നതിൽ റോബിഞ്ഞോ പലപ്പോഴും പരാജയപ്പെട്ടു. ഭാവിയിലെ ഇതിഹാസമെന്ന പെലെയടക്കമുള്ളവരുടെ പ്രവചനം അതോടെ തെറ്റുകയും ചെയ്തു. 2013 മിലാനിലെ ഒരു നിശാ ക്ലബിൽ വെച്ച് 22കാരിയായ ഒരു അൽബേനിയൻ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന കേസിൽ 2017 ഇറ്റലിയിലെ ഒരു കോടതി റോബിഞ്ഞോയെ 9 വർഷത്തെ ജയിൽവാസത്തിന് ശിക്ഷിച്ചു. ഇതിനെതിരെ റോബിഞ്ഞോ അപ്പീൽ നൽകിയെങ്കിലും കോടതികൾ അത് തള്ളി. റോബിഞ്ഞോയെ വിട്ടുതരണമെന്ന ഇറ്റലിയുടെ ആവശ്യം സാങ്കേതികമായ കാരണങ്ങളാൽ ബ്രസീൽ തള്ളിയതോടെ ശിക്ഷ ബ്രസീലിൽ തന്നെ നൽകാൻ തീരുമാനമായി. അതോടെ റോബിഞ്ഞോയുടെ 9 വർഷത്തെ ജയിൽവാസം ആരംഭിച്ചു. അസാമാന്യ പ്രതിഭയുണ്ടായിട്ടും അതിനൊത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാത്ത കളിക്കാരുടെ നീണ്ട പട്ടികയിലാണ് റോബിഞ്ഞോയുടെ സ്ഥാനം. ഒരിക്കൽ സകലരും ഒരു ഇതിഹാസമായി മാറുമെന്ന് പ്രതീക്ഷിച്ച റോബിഞ്ഞോ പക്ഷേ പ്രതീക്ഷയുടെ അടുത്തെങ്ങും എത്താതെ അണഞ്ഞു പോവുകയായിരുന്നു. പ്രതിഭയുണ്ടായാലും നിശ്ചയദാർഢ്യം, അച്ചടക്കം എന്നിവയുടെ കുറവ് ഒരു കളിക്കാരനെ എത്രത്തോളം ബാധിക്കുമെന്ന് റോബിഞ്ഞോയുടെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്.